തിരുവനന്തപുരം രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ ഭക്ഷണ പാചകശാലയുടെ മുന്നിൽ പ്രതിഷേധം ഉയരുകയാണ്. നാട്ടുകാർ ഇപ്പോൾ ഗേറ്റ് ഉപരോധിക്കുകയാണ്. CV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, നേരത്തെ തന്നെ ഈ ടെക്സ്റ്റൈൽസിൽ നിന്നും മാലിന്യം വീടുകളിലേക്ക് ഒഴുക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ തത്സമയം നൽകുകയായിരുന്നു. ഏത് തരത്തിലാണ് അവിടുത്തെ സ്ഥലവാസികളെ ഈ ടെക്സ്റ്റൈൽസ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത്, ഇതിൽ ടെക്സ്റ്റൈൽസ് ഉടമ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതും. സ്മൃതി, ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയാണ് ഇവിടെ വള്ളക്കടവ് പ്രദേശത്തുള്ളവർക്ക് വലിയ ദുരിതമുണ്ടായത്. അതായത് മാലിന്യം യഥാർത്ഥത്തിൽ സംസ്കരിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശമാകെ വലിയ മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ടുണ്ടാവുകയും പ്രദേശവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം രാവിലെ എടുക്കുകയും രാവിലെ ഇത് സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഈ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിതെന്നും ഇതിവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ടാണ് അവർ സമരം നടത്തുന്നത്. അവരുടെ മുദ്രാവാക്യത്തിലേക്ക് നമുക്ക് പോകാം. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ജനകീയ സമരം സിന്ദാബാദ്. അടച്ചുപൂട്ടു. കണ്ണു തുറക്കൂ അധികാരികളെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള കാരണം? ഈ പ്രതിഷേധം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടും അധികാരികൾ ആരും ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരാൾ പോലും ഇവിടെ വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനോ അവരത് എന്താണ് കാര്യങ്ങളെന്ന് തിരക്കാനോ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെ ഒരുപാട് അസുഖം ബാധിച്ച ആൾക്കാരുണ്ട്. ഈ അടുത്ത് കാണുന്ന 2 സ്ഥലത്ത് 50ഓളം കുട്ടികൾ പഠിക്കുന്ന നഴ്സറിയാണ്. അവരും ഈ നാട്ടം ശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഈ നഴ്സറികളിൽ ആൾക്കാർ അംഗനവാടി വിടുന്നത്. ഡേ കെയറിൽ വിടാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഈ പരിസരവാസികൾ. അവർക്ക് അതേപോലെ കുട്ടികൾ അംഗനവാടിയിലൂടെ പഠിക്കുകയാണ്. ആ കുട്ടികൾക്ക് പോലും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു സമരത്തിൽ നടക്കുമ്പോൾ ജനകീയമായൊരു പ്രതിനിധിയോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരാരും ഇതിൽ ഇടപെടാത്തത്? കഴിഞ്ഞ 10 മാസം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അത് ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ആരും ഇതിൽ തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകാത്തതാണോ, അതുകൊണ്ട് അല്ലെങ്കിൽ ആരുടെ വാക്ക് കേട്ടിട്ടാണോ ആരെങ്കിലും വിലക്കുന്നതാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങളുടെ ആവശ്യം? ഈ പ്രതിഷേധത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഇപ്പം നമ്മുടെ കൗൺസിലർ ഇതുവരെ എത്തിയിട്ടില്ല. അതേപോലെ ഹെൽത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല. നാട്ടിൽ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. അപ്പം പിന്നെ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം ബോധ്യം വന്നതാണ്. അപ്പം ഇത് എൻ്റെ മോൻ്റെ കൊച്ചിന് ഇന്നലെ ഛർദിലും പനിയും എല്ലാം ആയിട്ട് വന്നു. നേരെ തൈക്കാട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നും വാങ്ങിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ മോളെ കൊച്ചിനും അതേപോലെ പനിയാണ്. എന്ത് ചെയ്യാം? വിട്ട് ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ കുട്ടികൾക്കും ആരും ഇടപെടാതിരിക്കാൻ കാരണം എന്താ? അത് പിന്നെ എന്തെങ്കിലും ഇത് കാണും. കാര്യം മിനിഞ്ഞാന്നൊരു മാധ്യമത്തിൽ ഇത് വന്നു, റിപ്പോർട്ട് വന്നിട്ട് പോലും സ്ഥാപനത്തിൻ്റെ പേരില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? രാമേന്ദ്രൻ എന്ന് എഴുതിയാൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം എല്ലാവർക്കും വല്ലതൊക്കെ കൊടുത്തിട്ടേക്കുന്നതായിരിക്കും. അല്ലാതെ പിന്നെ ഇത്രയും വലിയ സ്ഥാപനം അവർക്ക് നടത്തണമെങ്കിൽ ആരാണ് ഇതിലെത്തിപ്പോൾ ഉറച്ച് സംസാരിക്കുന്നത്? അവരെ ന്യായമായിട്ട് ഒതുക്കും. തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ വരെയായി. ഇന്ന് രാവിലെ തുടങ്ങിയ പ്രതിഷേധം 2 മണിക്കൂറായി. ഈ 2 മണിക്കൂർ ഇതിൽ യാതൊരു അധികാരികളും ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ വാർഡ് കൗൺസിലർ തൊട്ടടുത്താണ് താമസിക്കുന്ന കൗൺസിലർ നിങ്ങൾക്ക് റിപ്പോർട്ട് ചാനലിൽ ലൈവ് കൊടുക്കുന്നതല്ലാതെ ഇവിടെ വന്ന് എന്താണെന്ന് പരിഗണിക്കേണ്ട. അവർ ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല, ഗോഡൗൺ ആണെന്ന്. ശരി, അവർ നേരിൽ വന്ന് കാണണമല്ലോ. അത് ഞങ്ങളുടെ പ്രതിഷേധം അവർ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? ഈ ലൈവിൽ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ വാർഡ് പ്രസിഡന്റ് കൗൺസിലർ വന്നിട്ടില്ല. അതുകൂടാതെ ഫുഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആരും ഇവിടെ എത്തിയിട്ടില്ല. അതുകൂടാതെ നമ്മുടെ ജമാഅത്തിൻ്റെ ഭാരവാഹി എന്ന് പറഞ്ഞാൽ അതേ അറിഞ്ഞുകൊണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിൻ്റെ നിൽക്കുന്നതാണ്. അവർ ഇപ്പോൾ അറിഞ്ഞു വന്നതാണ്. എന്താ താങ്കളുടെ? അല്ല, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ വിവരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും ഇത് എന്താണ് ഇങ്ങനൊരു സ്ഥാപനം വന്നാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെങ്കിൽ ഒരു കാരണവശാലും അത് പ്രവർത്തിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരുണ്ട്. അതിൻ്റെ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇതിന് പരിഹാരം കണ്ടേ തീരൂ. അത് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് തന്നെ ഒരുപാട് കുട്ടികൾക്ക് വളരെ അസുഖങ്ങൾ ഇന്നലെയും അടുത്ത ദിവസങ്ങളുണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അതിന് എന്തായാലും ശരി തന്നെ നിങ്ങൾക്കായാലും തന്നെ നമ്മളായാലും മനുഷ്യത്വപരമായ ഒരു നടപടി വേണ്ടേ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വേണമല്ലോ. അത് അധികാരപ്പെട്ടവർ അതിന് ആ കാര്യങ്ങൾക്ക് ഇടപെട്ട് ഇതിനൊരു മാന്യമായൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
ഞാൻ 3 മാസത്തിന് മുമ്പേ ഞാൻ ഈ മാനേരെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ ഒരുമാതിരിയൊക്കെ സംസാരിച്ചു. മോശമായി സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്നാ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 3 മാസം മുമ്പ് 3 മാസം മുമ്പ് ഞാൻ അയാളെ കണ്ടു. അയാൾ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. രാവിലെ നമ്മൾ ഇത് ദൃശ്യങ്ങൾ എടുക്കാൻ വരുമ്പോൾ ഇവിടുത്തെ കുറച്ച് ചുമട്ടുകാർ നമ്മളെ തടയാണ് ചെയ്തത്. അവർക്ക് സമയം കൊടുക്കണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലെ പോയപ്പോൾ വെള്ളം ഒലിച്ച് ഈ റോട്ടിൽ ഇറങ്ങിയായിരുന്നു. ഇനി റോട്ടിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പോയി രാമേന്ദ്രൻ്റെ മാനേരെ കണ്ടു. അയാൾ കാണാൻ താമസിക്കില്ല. ഞാൻ ഇടിച്ച് കയറിയാണ് മാനേരെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എൻ്റെ എല്ലാം പറഞ്ഞ സാർ, കേട്ടോ സാർ, എൻ്റെ എല്ലാം പറഞ്ഞ. അയാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കും. എന്നെ കാണേണ്ട അറിയാം അയാൾ. ഇതേപോലെ ഒരു കൊമേഴ്ഷ്യൽ കിച്ചണ് നമ്മളെ ഈ ജനവാസ കേന്ദ്രത്തിനിടയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായ സംവിധാനം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ ഒരു FSSAയുടെ ഒരു ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്താൽ പോലും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ പോലും നമുക്ക് ലൈസൻസ് കിട്ടാത്ത അവസ്ഥയാണ്. പ്രശ്നമായിട്ട് ഇവിടെ താമസിക്കുന്നതാണോ എന്താണ് സാറേ? ഞാൻ ഇവിടുത്തെ പരിസരത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം എല്ലാത്തിനും പരാതി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ പിറക്കെ ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് വരുമ്പോൾ ഒരു അമിതമായ സ്മെല്ലെടുക്കുന്നു. സ്മെല്ലിന് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പുറത്ത് ഇതിനകത്ത് വന്ന് നോക്കിയാൽ ഭയങ്കരമായ സാധനം അങ്ങനെ സ്പ്ലിറ്റായിട്ട് കിടക്കുകയാണ്. ഞാൻ മാനേജറെ കണ്ട് സംസാരിച്ച മാനേജർ വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്ത് കയറാൻ വേണ്ടി വന്നതാണോ? ഇത് തുറക്കാനല്ലേ പറഞ്ഞ, പിന്നെ താമസം എന്ത്? വാർഡ് കൗൺസിലറാണ് സ്മൃതി. ഇവരാണ് നേരത്തെ പറഞ്ഞത് ഗോഡൗൺ ആണെന്ന്. അപ്പോഴാണ് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പറഞ്ഞത് ഗോഡൗൺ അല്ല, ഭക്ഷണശാലയാണ്. ഉള്ളി തൊലിക്കുന്നതും മാവ് കഴിക്കുന്നതും ഒക്കെ നമ്മൾ കൊടുത്തായിരുന്നു വിഷയം. ഒരു സെക്കൻഡ് തുറക്കാൻ എത്ര താമസം എന്ത് തുറക്കാൻ? എവിടെ നിങ്ങൾ ആളിനെ വിളിക്കേ? ബാക്കിയുള്ളവരോട് നിൽക്കേ. നിങ്ങളെ മാനേജർ എവിടെ? വിളിക്കേ. നിങ്ങൾക്ക് മാനേജറൊന്നും ഇല്ലേ? എന്നാ പുറത്തിറങ്ങ്, എല്ലാവരും പുറത്തിറങ്ങ് എല്ലാവരും. ഇല്ലെങ്കിൽ ഞാൻ പൂട്ടി താക്കോലെടുക്കുക. പുറത്തിറങ്ങ്. ഞങ്ങൾക്ക് തരുന്ന ഒരു വാക്ക്, പിന്നെ നിങ്ങൾ കാണിക്കുന്ന വേറൊരു വാക്ക്. എല്ലാവരും ഇറങ്ങും, വെളിയിൽ ഇറങ്ങ്. ഒരാൾ പോലും അതിൻ്റെ അകത്ത് കാണരുത്. ഇറങ്ങ്. നിങ്ങൾ അടുത്തൊക്കെ ഓഫ് ചെയ്തോ. ഇറങ്ങ്. ഞങ്ങളിലാണ് കളിക്കുന്നത്. നമുക്ക് തന്ന വാക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കൂല, പിന്നെ ഗോഡൗൺ മാത്രമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഒരു താക്കീത് തന്നിട്ട് നിർത്തിയത്. ഈ നിലവിലുള്ള വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എന്താണ് കാണിച്ചത്? വീണ്ടും ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന നമ്മളൊരുമാതിരി മോശക്കാരാക്കുന്ന രീതി. കോർപ്പറേഷന് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലേ? നോക്കട്ടെ, അപ്പുറത്ത് നോക്കട്ടെ. ഇറങ്ങി എല്ലാവരും ഇറങ്ങി. ഇതാണോ അവർ പറഞ്ഞത്? ഹലോ, കിച്ചൺ മാറണ്ട. ഞാനിത് പൂട്ടിക്കുന്നു. ഇനി നിങ്ങളുടെ സംസാരം ഒന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനി ഇവിടെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാനിത് പൂട്ടും. നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഇറങ്ങാൻ പറഞ്ഞോ. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞോ. മാനേജറാണ് വിളിച്ചത്. ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇനി പിന്നെ ഗോഡൗൺ ആയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സ്ഥാപനമില്ലേ, നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. 2 ആഴ്ചയായി പറഞ്ഞിട്ട്. ഞങ്ങൾ ഇനി സ്ഥാപനത്തെ പൂട്ടുകളെന്ന് പറഞ്ഞു. ഇത് ഞാൻ ആഴ്ചയിലൊക്കെ വന്ന് കാണുന്നതാണ്. ഇവർക്ക് താക്കീത് കൊടുക്കുന്നതാണ്. അല്ല, ഞങ്ങളടുത്ത് പറഞ്ഞല്ലേ. ഞങ്ങളുടെ പറഞ്ഞോട്ടെ, ഇതൊരു സ്ഥാപനമാണ്. നമുക്ക് കയറി ഒരുപാട് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹോദരൻ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ആണെന്നതാണ്. ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസമായി. ഞങ്ങളടുത്ത് അതെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ പറഞ്ഞ വാക്ക് ഗോഡൗൺ എന്നാണ്. മേഡം അങ്ങ് നോക്കിയാൽ നോക്കണം മേഡം. ഞാൻ പറഞ്ഞോട്ടെ ഈ വിഷയം ഞങ്ങൾ കണ്ടത് കൊണ്ടാണ്. ഇവിടെ എന്നോടൊപ്പമുള്ള പലർക്കും അറിയാം ഈ വിഷയം. ഞങ്ങൾ വന്ന് കാണുന്നു. എയർപോർട്ട് ഹെൽത്ത് ഞങ്ങളുടെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ആളിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ താക്കീത് കൊടുത്തു. 1 മാസത്തിനകം ഇത് മൊത്തം മാറ്റിയതിന് ശേഷമേ. മാസങ്ങൾക്ക് മുമ്പേ ഇത് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഈ മെഷീൻ ഇവർ ഘടിപ്പിച്ചത് ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ ഫ്ലോ അങ്ങോട്ടാക്കി, ഫ്രണ്ടിലോട്ടാക്കി. അപ്പം ആൾക്കാർക്ക് റോഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പല അവർക്കും നമ്മൾ താക്കീത് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 1 മാസത്തിനകം മാറിത്തരാമെന്ന് പറഞ്ഞു. മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെമ്പായത്ത് എവിടെ സ്ഥലം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സ്ഥാപനമില്ല, നമുക്ക് പെട്ടെന്നൊന്നും. ഗോഡൗൺ ആണ് എന്ന് താങ്കളോട് പറഞ്ഞത് എപ്പോഴാണ്?
ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടുകാരുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാഫിന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് നിർത്തുന്നു. ഞങ്ങൾ ഗോഡൗണായിട്ട് ഇത് ഉപയോഗിക്കും. കാരണം ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, റീറ്റെയിലായിട്ട് ഗോഡൗണിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വരുമ്പോഴും ഇവിടെ പാചകം ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധ ഇല്ല. നാട്ടുകാർ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് പ്രദീപ് വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ ദുരിതമാണ് പ്രദീപ്, ഞങ്ങൾ അവിടെ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ വിഷയം നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതെന്തായാലും നമ്മൾ പൂട്ടുന്നു. ഇനി ഇതിൽ അപ്പുറം വേറെ സംസാരമില്ല. അതായത് ഒരുപാട് തവണ താക്കീത് കൊടുത്തതാ ചെയ്യുന്നില്ല. ഹെൽത്തുകാർ 2 നോട്ടീസ് കൊടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഇവിടെ. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. അത് ഹെൽത്തുകാർക്ക് അറിയാം. നമുക്ക് ലൈസൻസ് ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് അതോറിറ്റി നോക്കേണ്ട. നഗരസഭ അത് കൗൺസിലർ എന്ന നിലയിൽ അത് അന്വേഷിക്കാൻ വേണ്ടി പറയില്ല. അല്ല, ഹെൽത്തുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതേ അറിയാം. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങി നോക്കേണ്ട കാര്യമില്ല. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ട സ്ഥാപനമില്ല. നമുക്ക് ആ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള പെർമിഷനും ഇല്ല. അത് നഗരസഭയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നഗരസഭ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൗൺസിലർ ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ്? അല്ല കൗൺസിലർ സ്വന്തം ജനങ്ങൾ, എൻ്റെ ജനങ്ങളാണ് എനിക്ക് വലുത്. എൻ്റെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പൂട്ടും. അതാണ് ഒരു താക്കീത് കൊടുത്തത്. ഒരു സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രദേശത്ത് കുറേ പേര് ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടും പരിഹരിക്കാൻ മേഡത്തിന് പലതവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. മേഡം മൈൻഡ് ചെയ്തില്ല എന്നാണ് നാട്ടുകാർ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു സ്ഥാപനം പൂട്ടാൻ കുറച്ച് 3 മാസത്തെ സാവകാശം കൊടുക്കണ്ടേ? നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. അവരിത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഇത് സ്ഥാപിക്കണം. അതിനുള്ള സാവകാശമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ കൊടുത്ത താക്കീതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥാപനം മാറ്റം സാവകാശം എടുത്തു, പക്ഷേ ഇനി ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് എല്ലാം ഉൾപ്പെടെയാണ് പുറത്താക്കിയത്. ഇനി ഇവിടെ ഫുഡ് സാമ്പാറും ചോറും ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട് ഇതെല്ലാം കൊണ്ട് അവർ പോയത്. ഇപ്പോൾ ഈ ബാക്കിയുള്ള ഈ സംഭവം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഞാനത് മണ്ണിട്ട് മൂടിക്കും. അത് മുടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവിടെ കിടക്കുക അല്ല, അത് മണ്ണ് കുറച്ചേ മൂടിയിട്ടുള്ളൂ. ഇനി മൊത്തം മണ്ണിട്ട് മൂടുമ്പോൾ അത് മാറും. അല്ലെങ്കിൽ അവർ അത് കനിഞ്ഞിറങ്ങല്ലേ? അല്ല, അത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സക്കിംഗ് മെഷീൻ കൊണ്ടുവന്ന് വലിച്ചെടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. എന്തായാലും സ്ഥാപനം ഇന്ന് പൊട്ടും. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാം. അത്രേ ഉള്ളൂ. അത് എനിക്ക് എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തുകാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അധികാരികളോ ഇപ്പോൾ കൗൺസിലർ നാട്ടുകാരി എന്നുള്ള രീതിയിൽ കൗൺസിലർ വന്നിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ മേയറോ സെക്രട്ടറിയോ അധികാരികളോ ആരെങ്കിലും വന്നല്ലാതെ ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ ഉപരോധിക്കുകയാണ്. ഗേറ്റ് ഉപരോധിക്കാൻ ഓഫീസർ വരും, ഉചിതമായ തീരുമാനം എടുത്തിരിക്കും. ഞങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവരാണ്. അത് ഞങ്ങളുടെ കൂടെ നിൽക്കണം. പക്ഷേ ഒരു കാര്യം ഉപരോധിക്കുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഉപരോധിച്ചില്ലെങ്കിൽ ആവർത്തിക്കരുത്. ഇത്രയും സമയമായിട്ടും ഒരു മനുഷ്യനും ഇപ്പൊ കൗൺസിലർ ചാനലുകാരെ വിളിച്ചത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. വിളിച്ചതല്ല ഇത് പറഞ്ഞെങ്കിൽ ഞാൻ അല്ല അങ്ങനെ നമ്മളെ വിളിച്ചൊന്നുമില്ല. ഇത് കണ്ട ഇവര് ഗതികേട് കൊണ്ട് വിളിച്ചാണ് മേഡം. ഇവര് ഗതികേട് കൊണ്ട് വിളിച്ചാണ്. ഞാൻ ആ സെക്കൻഡിൽ എത്തും. എന്ത് കാര്യത്തിന് ഞാൻ എന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത്, എന്റെ ഓഫീസ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വരണം, അല്ലെങ്കിൽ സെക്രട്ടറി വരണം. ഞങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാകണം. കൗൺസിലർ നേരത്തെ തന്നെ വരട്ടെ, കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ സപ്പോർട്ടാണ് അവർ. സെക്രട്ടറി ഒന്നും വരണ്ട. അതിന്റെ അതോറിറ്റിയാണ് ഹെൽത്ത് ഓഫീസർ. വരുന്നുണ്ട്. ഇപ്പൊ വരും. നിങ്ങളോട് ഇപ്പൊ വരും വന്നോണ്ടിരിക്കും. ജയിച്ചയുണ്ട്, നമ്മുടെ ജയിച്ച തൊട്ടപ്പുറത്തുണ്ട്. ഉണ്ടായി കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ശാസ്ത്രീയമായിട്ട് ഏത് രീതിയിലാണ് ഇത് സംസ്കരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇത് കാണുമല്ലോ. ആ രീതിയിൽ അല്ല മണ്ണ് മാത്രം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നമുക്ക് പ്രശ്നമായിട്ട് വരും. കാര്യം ഇപ്പോഴത്തുള്ള ആൾക്കാർ ഇപ്പോൾ ഇവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് ഇത് പരിഹാരം കണ്ടെത്തുക? ആ രീതിയിലാണ് ചെയ്യേണ്ടത്. മണ്ണ് മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുള്ള പരിഹാരം നമുക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ തൽക്കാലം ഇത് അടച്ചതിന് ശേഷം നമുക്കൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ള ഇത് ചെയ്യാം. ഹെൽത്തുകാർ വന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്യണം. ഹെൽത്തുകാർ വന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്തേ പറ്റും. ഹെൽത്തുകാരുടെ സ്മൃതി ഇപ്പോൾ കൗൺസിലറാണ് ഇപ്പോൾ അകത്തേക്ക് വന്നത്. കൗൺസിലർ പൂട്ടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്താണ് എന്നാണ് കൗൺസിലർ പറയുന്നത്. ഇത് ഗോഡൗണായി പ്രവർത്തിക്കുന്നെന്നും പറയുന്നു. പക്ഷേ ഈ തലയിൽ കെട്ടിയവരൊന്നും ഗോഡൗണിലെ ജീവനക്കാരല്ല, പകരം എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മളോട് പ്രേക്ഷകരോട് കൗൺസിലർ പറഞ്ഞത് ഇത് ഗോഡൗൺ ആണ് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മളതല്ല എന്ന് പറഞ്ഞത്. കൗൺസിലർ അകത്തേക്ക് പോവുക. വെളിയിലിറങ്ങും നിങ്ങൾ എല്ലാവരും വെളിയിറങ്ങും. പിന്നീട് എന്താണെന്ന് തീരുമാനിക്കാം. ഇറങ്ങിക്കോ. ഓഫ് ചെയ്തിട്ട് വെളിയിറങ്ങിക്കോ. ഇത് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതാണോ? അതിൻ്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. അല്ല, ഇന്ന് ഇവരുണ്ടാക്കിയത് നമുക്കൊരു മാനുഷിക പരിഗണന അല്ല. ഒരു സെക്കൻഡ്, നമുക്കൊരു മാനുഷിക പരിഗണന. ഇവർ ഇന്ന് ഉണ്ടാക്കിയത് മാത്രം ഇവിടെ വെച്ച് പാക്ക് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. ഉണ്ടാക്കി അതെ നിലവിലുണ്ടാക്കി. ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ കളയാൻ പാടില്ലല്ലോ. അതെ
എന്നിട്ട് വന്നോ? ഇതാ ഇവിടുത്തെ പ്രശ്നം. പ്രസാദ്, ഈ ഭക്ഷണശാല എന്ന് പറയുന്നത് എനിക്ക് അധികാരമില്ല. ഞങ്ങൾക്ക് ഈ സ്ഥാപനം പൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ വിഷയം നിങ്ങൾ അങ്ങനെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേയറോട് പോയി പറയും. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. രാവിലെ നമ്മൾ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്തും ഇവർ തടയാനുള്ള ശ്രമമുണ്ടായി. പക്ഷെ നമുക്ക് പ്രദേശവാസികളുടെ പ്രശ്നം ഏറ്റവും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്തേ മതി. യൂണിയൻ്റെ മാത്രം വിഷയമല്ല, യൂണിയനും വേണം നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഈ ഒരു സ്ഥാപനം പൂട്ടുമ്പോൾ രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആർക്കും കുഴപ്പമില്ലല്ലോ. അതെ, ഇത് നമ്മൾ പലതവണ താക്കീത് കൊടുത്ത് അവരങ്ങനെ ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് അങ്ങനെയാണ് സംവിധാനം ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ്. ഈ സംവിധാനത്തിലൂടെ മാറ്റം എന്നാ പറഞ്ഞത്. ഞാൻ ആരെയും ഗോഡൌണൊന്നും പൊട്ടിയില്ല. ഞാൻ ആരുടെയും ഗോഡൌൺ പൊട്ടിയില്ല. പദാർത്ഥങ്ങൾ ഉണ്ടാക്കരുതെന്നേ പറഞ്ഞോളൂ. ചെയ്തിട്ടുള്ളൂ. അത് അവർ നിർത്തി വെച്ചിരിക്കല്ലേ സാർ? നോക്ക ഇതിനകത്ത് പോയി. പ്രവർത്തിക്കല്ല, 3 ദിവസമായി പ്രവർത്തിച്ചിട്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ അവിടെ പോയി നോക്ക്, എന്താണ് ഉണ്ടാക്കണേ നോക്കാം. അതല്ല, മറ്റേ ഫുഡ് കിച്ചണിലാണ് ഭക്ഷണം ചെയ്തുകൊണ്ട് പോയി. അത് നിർത്തിയുള്ള എന്തായാലും അതെ. അപ്പൊ അത് ബ്ലോക്ക് ചെയ്താൽ പോരെ? ഗോഡൌണായിട്ട് എന്ത് ബന്ധം? ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ പറയണ മാത്രം കേട്ടോണ്ടിരുന്നാൽ മതിയാ. സംവിധാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം ബേക്കറി പ്രവർത്തിക്കണോ ഗോഡൌൺ പ്രവർത്തിക്കണോ എന്നൊക്കെ നാട്ടുകാരുടെ എതിർപ്പ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നിങ്ങൾ യൂണിയൻകാർ മാത്രം ഒരു സൈഡ് ഇത്രയും നാട്ടുകാർ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എനിക്ക് നാട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഗോഡൌൺ ഞങ്ങൾ പൂട്ടിയില്ലല്ലോ. ഗോഡൌൺ പൂട്ടിയില്ല. പൂട്ടിയത് കണ്ട കൗൺസിലർ എന്ത് പ്രതിഷേധമായ? അല്ലല്ല, പൂട്ടിയിരുന്ന ഗേറ്റ് പൂട്ടിയിരുന്നത് കൗൺസിലർ. നിങ്ങളുടെ അമർഷം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അമർഷം മനസ്സിലാവും. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവിടെ വന്ന് താക്കീത് കൊടുത്തു. മേലിൽ ഇത് പ്രവർത്തിക്കരുത്, നിങ്ങൾ ഈ ദുരിതം ഞങ്ങൾക്ക് റോഡിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ പറയും നിങ്ങളുടെ ഇഷ്ടം. പൂട്ടിയിട്ട് അതെ അവർ പറയട്ടെ. കൗൺസിലർ ബോർഡ് കിച്ചൻ പൂട്ടി അവർ പണി തുടങ്ങിയത് ഇല്ല, പറയട്ടെ. അതവിടെ കൗൺസിലർ കിച്ചൻ നിങ്ങൾ പൂട്ടിക്കോളി, ന്യായം. അതിന് പരിഹാരം ഉണ്ടാക്കുക. ഗോഡൌൺ പൂട്ടിയത് ശരിയായില്ല, അതാണ് എൻ്റെ അഭിപ്രായം. നിലയ്ക്ക് നിങ്ങളെടുത്ത് പറയാം, ഞങ്ങൾ കിച്ചൺ മാത്രമേ പൂട്ടുന്നുള്ളൂ. നിങ്ങൾ പറയട്ടെ, ഗോഡൌൺ പൂട്ടാൻ പറഞ്ഞില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം? ഗോഡൌൺ പൂട്ടാനല്ലല്ലോ നമ്മൾ വന്നത്. പൂട്ടാൻ പറഞ്ഞ എന്താണ്? ഇവിടെ ദുരിതം ഉണ്ടാക്കുന്ന എന്ത് സ്ഥാപനമാണ്? ഞാൻ പറഞ്ഞു, നഗരസഭയുടെ ഭാഗത്തിട്ടുണ്ട്. 3 ദിവസമായി അവർ വേസ്റ്റായിട്ട് വെളിയിലിട്ടേക്കുന്നത്. വന്നാൽ ഞാൻ തെളിവ് തരാം. അവർ വിളിക്കുന്നുണ്ട്. നഗരസഭയിലല്ല കൊടുക്കുന്നത്. തന്നെ കൊടുക്കുന്നു, നഗരസഭ തന്നെ കൊടുക്കുന്നു. ഞാൻ ചോദിച്ചിട്ടാണ് വന്ന് പറയുന്നത്. നഗരസഭ തന്നെ വരും, നിങ്ങൾ വരും, ഞാൻ ചോദിക്കാം. വരും, നഗരസഭ എടുക്കുന്നില്ല. അത് ആരുടെ പറയുന്നു? അത് ആരുടെ പറയുന്നു? സ്ഥാപനം നടത്തുന്നതിനടുത്ത് വന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുക. നാട്ടുകാർക്ക് പ്രശ്നമാണെങ്കിൽ അവിടെ ജനപ്രതി ഇടപെടും. ജനപ്രതി ഇങ്ങനല്ല ഇടപെടില്ല. നിങ്ങൾ രാത്രി വന്ന് കൂട്ടിയിട്ടെങ്ങനെ പോകും? കൂട്ടിയിട്ട് പോകും. രാത്രി നിങ്ങളുടെ കൗൺസിലർ അല്ലേ? ഞാൻ നിങ്ങളുടെ കൗൺസിലർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് കേട്ട്. അവര് കിച്ചൺ മാത്രമാണ് പൂട്ടാൻ പറഞ്ഞത്, ഗോഡൌൺ പൂട്ടാൻ പറഞ്ഞില്ല. നമ്മള് ഒറ്റ സെക്കൻഡ് നമ്മൾ
നമ്മളുമൊക്കെ തൊഴിലാളികളല്ലേ? ഞാൻ പറയട്ടെ, കാക്ക എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളെല്ലാം പോയി. കാക്ക ഞാൻ പറയല, ഞങ്ങൾ നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? തൊഴിൽ നഷ്ടപ്പെടുന്ന സംവിധാനം നമ്മൾ ചെയ്യോ? ഇത് ചാനലാണ്, ലൈവായിട്ട് പോകുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഷോ കാണിക്കാനോ എനിക്ക് ഷോ കാണിക്കാനുള്ള വേദി അല്ല ഇത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുറെ മാസങ്ങളായിട്ട് ഈ പ്രശ്നമുള്ള നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എന്നുള്ളതാണ്. ഈ നമ്മളാരും ഈ പരിസരത്ത് താമസിക്കുന്നവരല്ല. നമ്മളാര് പറയട്ടെ, ഈ പരിസരത്ത് ദുരിതം അനുഭവിക്കുന്നവരല്ല, ഈ നിൽക്കുന്ന ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ വന്ന് കണ്ടുപോകുന്ന ഭാഗമേളം ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞത് ഒരു 6 മാസത്തെ സമയം തരും, നിങ്ങൾ ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന് ആൾക്കാർക്ക് രോഗമാണ്, അപ്പുറത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. ഈ ദുരിതം എല്ലാം പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് മാഡം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അവർ ഉറപ്പ് തന്നിട്ടുണ്ട് രാമേന്ദ്രക്കാരൻ, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾ സ്ഥലം നോക്കി വെമ്പായി തരുന്നുണ്ട്, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിന് അപ്പോഴും തന്നെ പറഞ്ഞു ഇതിനൊരു സംവിധാനം, ഈ വേസ്റ്റ് 11 മാസമായി വേസ്റ്റ് വെള്ളം പോടാൻ ഒരു പരിഹാരം കാണുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കാണിച്ചത് ഞങ്ങൾ അത് ഇങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം മൊത്തം കേൾക്കണം, ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മാഡം. തൽക്കാലം അതിനൊരു പരിഹാരമായിട്ടുണ്ട്, ഞങ്ങൾ എന്നാലും ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കഴിഞ്ഞ മാസം വീണ്ടും ഈ ദുരിതം നാറ്റം കൊണ്ട് മഴ പെയ്തപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുക. അന്ന് ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, നിങ്ങൾ പെട്ടെന്ന് മാറ്റണം. ഒരാഴ്ചത്തെ സമയം ചോദിച്ചു. എന്തിനാണെന്ന് പറയുമ്പോൾ ഗോഡൗണിലൊന്നും ഞാൻ കളിക്കാനല്ല, ഈ ഫുഡ് ഉണ്ടാക്കുന്ന രാമചന്ദ്രയിലെ സ്റ്റാഫുകൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടെ ഇനി ഉണ്ടാക്കാൻ പാടില്ല, സാമ്പാറും ചോറും തോരനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ എൻ്റെ കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. ഞങ്ങൾ ഉടനെ മാറ്റാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് രാത്രി ഒരു കോൾ വരുന്നു. ഇവിടെ ഉണ്ടല്ലോ, പത്തഹൊക്കെ ഉണ്ടല്ലോ, ഒരു കോൾ വരും. ഞാൻ ചോദിച്ചു അവിടെ ആരൊക്കെ ഉണ്ട്? അത് ഇങ്ങനെ തന്നെ ആൾക്കാരുണ്ട്, നിയാസാവുണ്ട്, നിയാസാവിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, 10 ആൾക്കാരുണ്ട്. ഞാൻ വിളിച്ചിട്ട് എന്താണ് അവിടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ വേ. ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. നാളെ ഞാൻ വരട്ടെന്ന് പറയുമ്പോൾ ഇവിടെ പൂട്ടിയതോ താക്കോലെടുത്തോണ്ട് പോയതോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാളെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ നാളെ ഇവിടെ വരുമ്പോൾ പിറ്റേന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുമായിട്ട് സംസാരിച്ച് ഒതുക്കിയതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ രാമചന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മാഡം ഇനി ഫുഡ് ഉണ്ടാക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, ഇനി ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ല. ശരി, ഗോഡൗണായിട്ട് പ്രവർത്തിച്ചിട്ട് കുറേ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കുറേ പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കിച്ചണിൽ. ആ പെണ്ണുങ്ങളുടെ ജോലി പോണത് കൊണ്ടുള്ള വിഷമം കൊണ്ടല്ല, കൂട്ടിയേ പറ്റുള്ളൂ. ജനങ്ങളാണ് എനിക്ക് വലുത്. ഇവിടെ ഈ പരിസരത്ത് ആകെയുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, 7 ദിവസം മാറ്റാമെന്ന് പറഞ്ഞു. മിനങ്ങാൻ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഇനി ആ 7 ദിവസം കാത്തിരിക്കാൻ പറ്റില്ല, നിങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് തന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് ഉണ്ടാക്കിയില്ല. അത് ബേക്കറി ഉൾപ്പെടെ ആ ഫുഡിൽ ഉണ്ടാക്കിയില്ല. ശരി, ഓക്കെ. ഞാനപ്പോൾ അവരോടെല്ലാം പറഞ്ഞു ഇനി ഉണ്ടാക്കില്ല, നിങ്ങളാരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഗോഡൗൺ പ്രവർത്തിയോടെ നിങ്ങൾ തൊഴിലാളി സജീർ സാവനോട് പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്, ഗോഡൗണിൽ ഞങ്ങൾ കൈ വെക്കുന്നില്ല, ഗോഡൗൺ അവിടെ പ്രവർത്തിക്കും. ഗോഡൗണിനാണ് നിങ്ങൾക്ക് ഉപജീവനം, അല്ലാതെ കിച്ചണും അല്ല. പറഞ്ഞോട്ടെ, നിങ്ങൾക്കല്ല പറഞ്ഞോട്ടെ. അപ്പം അതിനപ്പുറം ഇപ്പം ഇവിടെ വന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കുമ്പോൾ എനിക്കിതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇനി കിച്ചൺ പൂട്ടാനാണ് ഞാൻ, എനിക്ക് ഗോഡൗൺ പൂട്ടേണ്ട അധികാരമില്ല. എന്നെ ഇപ്പം ചാനലുകാർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനറിയില്ല, എനിക്കറിയില്ല എന്താണെന്ന്. ജോലിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരും ക്യാമറാമാനും ഒക്കെ ഉണ്ടായിരുന്നു. അവരങ്ങ് പോയി. ഇവിടെ ഒന്നും വെച്ച് ക്യാമറ അവർ പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇവിടെ ഒന്നും വെച്ച് തടയൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങ് അകത്ത് പോയി. പിന്നെയും കയറി വരുന്നതോടെ ഞങ്ങൾ ചോദിച്ചിട്ടേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ പണി തുടങ്ങി, കിച്ചൺ നിർത്തിയിട്ടുണ്ട്, പണി തുടങ്ങി. ഇനിയിപ്പോൾ ഈ ക്യാമറയൊക്കെ വിളിച്ച് ഷോ കാണിക്കേണ്ടതാണ്. എന്തെങ്കിലും ഗുണ്ടായിസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുണ്ടായിസമാണെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് തടയിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഗുണ്ടായിസം എന്ന് പറഞ്ഞു. ഗുണ്ടായിസം മാന്യമായ നിനക്ക് എന്ത് പറയാനുണ്ട്? ഗുണ്ടായിസം നിനക്ക് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. നിനക്ക് ഇത് ഗുണ്ടായിസം തടയാൻ പറ്റുമോ? സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. നാട്ടുകാർ പാചകശാല പൂട്ടിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗോഡൻ പൂട്ടുകയാണ് എന്നുള്ളതാണ് അപ്പോഴത്തെ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഗോഡൻ പൂട്ടരുത് എന്നുള്ളത് അവർ ഉന്നയിക്കുകയാണ്. കൗൺസിലർ പറഞ്ഞ വാദങ്ങൾ ഇരു കൂട്ടരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. കൗൺസിലർ പറഞ്ഞത് ഈ പാചകശാല പൂട്ടിക്കുന്നു എന്നുള്ളതാണ്, പക്ഷേ ഗോഡൗണും പൂട്ടുന്നു എന്നുള്ളത് തൊഴിലാളികൾ ഉന്നയിക്കുകയാണ്. അവിടെ സംഘർഷത്തിൻ്റെ സാഹചര്യം. മേയർ സ്ഥലത്തെത്തണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഗോഡൗൺ പൂട്ടിക്കാൻ തനിക്ക് അധികാരമില്ല എന്ന് കൗൺസിലർ പ്രതികരിക്കുകയും ചെയ്തു.
അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെട്ടത്. 6 മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകിയതാണ് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന് ഇവിടെ പാചകം അനുവദിക്കാൻ പറ്റില്ല എന്ന്. പാചകം അനുവദിക്കുന്നില്ല, അതിലെ അവിടെ നിന്നുള്ള മലിനജലവും വേസ്റ്റും ഒക്കെ പുറത്തേക്ക് പരിസരവാസികളുടെ വീടുകളിലേക്ക് ഒഴുകുന്ന തരത്തിലാണ് വച്ചിരിക്കുന്നത്. അതാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ടെക്സ്റ്റൈൽസ് ആണ്. പാക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം എന്താണെന്ന് നോക്കട്ടെ. അതെ, അസ്മൃതി ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽത്തിൻ്റെ ചുമതലയുള്ളവർ വന്നിട്ടുണ്ട്. നോക്കാം. ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ചുമതല പേര് രാജേഷ്. അശ്മതി, കോർപ്പറേഷനിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷാണ് വന്നിരിക്കുന്നത്. അടുക്കള അടച്ചുപൂട്ടുകയാണ് ഉദ്ദേശം. ഇത് കണ്ടിരുന്നോ? വേസ്റ്റ് കണ്ടിരുന്നു? ഇതൊക്കെ നോട്ടീസ് നേരത്തെ കൊടുത്തിട്ടുള്ള. അത് നീ നോട്ടീസ് കൊടുത്തു? നേരത്തെ കൊടുത്തിട്ട് തന്നെ 2 ആഴ്ച മുമ്പേ കൊടുത്തു. അതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല? 2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞിരുന്നു. 3 മാസം അല്ല 2 ആഴ്ച നമ്മൾ 7-ാം മാസം നമ്മളൊരു പരാതിയും കൊടുത്തിരുന്നു. അതിന് നോട്ടീസ് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ അടിയത്തോടെ മെനങ്ങാന്നൊരു പത്രവാർത്തയാണ് വിഷയമായെന്ന് പറയുന്നത്. അപ്പോൾ അടിയത്ത് ഇതിൽ ചെയ്യാനായിട്ട് സെക്കൻഡ് മെഷീനൊക്കെ വന്നു. ഇവിടെയൊക്കെ വേസ്റ്റായി. അപ്പോൾ വീഡിയോ അവർ മറ്റേ ഈ ടാങ്കർ ലോറി നമ്മൾ ബുക്ക് ചെയ്തവർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ മണ്ണിട്ട് മൂടിയിട്ട് പറഞ്ഞു. അപ്പോൾ അടിയന്തരമായിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മണ്ണിട്ട് ഇത് മൊത്തം മണ്ണിട്ട് മൂടാനായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തായിരുന്നു. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് അടിയല്ലേ സാർ? അല്ല, ഇത് അല്ല, വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്ത് മാറ്റാനായിട്ട് പറഞ്ഞു. സക്കിങ് മെഷീൻ ഉപയോഗിച്ചു. അല്ലല്ല, സക്കി വെച്ച് അങ്ങനെ സക്കി മൂടാൻ പറ്റില്ല. അല്ല, സക്കി മെഷീൻ വെച്ച് മാറ്റാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തത്. നമുക്ക് അവർ സാവകാശം കൊടുക്കണ്ടേ? ഇങ്ങനെ അടികൂടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അവരോട് പറഞ്ഞ് സെക്കൻഡ് മെഷീൻ വെച്ച് ഇതിനെ വലിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക. അവിടം വരെ അങ്ങ് അറ്റം വരെ ഉണ്ട്. ഭയങ്കര ദുരിതമാണത്. അപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് വലിയ വിഷയമുണ്ട്. ചെറുതല്ല വിഷയം. ഞങ്ങൾ കൊടുത്തോ? നോട്ടീസ് കൊടുത്തു കൂട്ടാൻ വേണ്ടി കൊടുത്തോ? കൂട്ടാനായിട്ട് ഉത്തരവ് വരുന്നേ ഉള്ളൂ. നോട്ടീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പരിഹരിക്കാനായിട്ട്. ഇപ്പോൾ 2 ദിവസമുള്ള സമയം വരുത്തി ചെയ്യാൻ പറഞ്ഞു. അല്ല, ഇപ്പൊ വന്നത് ഇനി നമ്മൾ നമുക്ക് 2 ദിവസം 3 ദിവസം വയ്ക്കാൻ പറ്റൂല. ഇതിലുള്ള ഒരു വിഷയമുണ്ട്. രാമചന്ദ്രന്റെ അതോറിറ്റിക്കാർ വരട്ടെ. പാവം ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോട് നമ്മൾ കയർത്തിന്റെ കാര്യം അവരെ വിളിച്ചാൽ നിങ്ങളുടെ കൈക്ക് നിൽക്കില്ല. സെക്രട്ടറി അങ്ങനെയുള്ള ആരെങ്കിലും വരുത്തണം. ഇല്ല, നിങ്ങളുടെ കൈക്ക് നിൽക്കൂ. ചർച്ച ചെയ്തിട്ട് നമ്മൾ നടപടിയിലോട്ട് നമ്മൾ നോക്കാം. നമുക്കിത് പരിഹരിച്ചിട്ട് നമുക്ക് ഇത്ര രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സംഘർഷത്തിലേക്കും വിഷയത്തിലേക്കും കടന്നത്. അതായത് ഇതിനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു തീർച്ചയായും. പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. നമ്മൾ ഉൾപ്പെടെ രാവിലെ ഇവിടെ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നത്. നേരത്തെ തന്നെ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ആ ഹെൽത്ത് ഇൻസ്പെക്ടറും പറയുന്നത്. പ്രസാദ്, ഇത്ര നേരമായിട്ടും ഇത്ര സംഘർഷങ്ങളിലേക്ക് കാര്യം പോയിട്ടും കൗൺസിലറും ഹെൽത്ത് ഇൻസ്പെക്ടറും വന്നിട്ടും ഇവിടെ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ ഒരു ഗോഡൌൺ പ്രവർത്തിച്ചോട്ടെ, നമുക്ക് ഗോഡൌൺ പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നത്. ഇതുവരെ മാനേജർ അടക്കമുള്ളവർ അവിടെ വന്നിട്ടില്ല എന്നാണോ? ടെക്സ്റ്റൈൽസിന്റെ അധികൃതർ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് പറഞ്ഞത്. അവർ ഒരാഴ്ചത്തെ സമയം ചോദിച്ചു. ഇതെല്ലാം മാറ്റിത്തരാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും വന്നോ? ടെക്സ്റ്റൈൽസിന്റെ ആരും വന്നില്ല. എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നിങ്ങൾ പോയി പറയുമ്പോൾ അവരുടെ നിലപാടെന്താ?
അവർ ചിലർ സാധാരണക്കാരെ ആൾക്കാർ പോയി കഴിയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാം, ആ രീതിയിലുള്ള സംസാരമുണ്ട്. പക്ഷേ നമ്മൾ ഒരു അല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവർ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഓരോ ആൾക്കാരെ പല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്ത് വിടുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇവിടുത്തെ. സ്മൃതി, അതായത് വലിയ പ്രമുഖമായ സ്ഥാപനമാണ് സ്മൃതിക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണ മനുഷ്യർ അവരഭിമുഖീകരിക്കുന്ന അവരെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയുമ്പോൾ പോലും അത് ഒരു വില കൊടുക്കാതെ മോശമായി കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നതാണ് ഇത്ര വലിയ ഒരു സംഘർഷത്തിലേക്കും പ്രശ്നത്തിലേക്കും നീങ്ങാനുള്ള കാരണം. ഇതിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തി, കൗൺസിലർ ഇവിടെ ഉണ്ട്, ഇടപെടുന്നുണ്ട്. എന്തായാലും ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു മാലിന്യ പ്രശ്നമല്ല എന്ന കാര്യം ഇതിനകം തന്നെ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നിരന്തരം ഇവർ ഇടപെടുന്നുണ്ട്, നാട്ടുകാർ ഇടപെടുന്നുണ്ട്. നമ്മൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. അവിടുത്തെ സെയിൽസ് ഗേൾസിന് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. അവരുടെ താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ മുൻ വർഷങ്ങളിൽ എപ്പോഴോ ഒരു റെയ്ഡ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് രാമചന്ദ്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവർക്കുള്ള ഭക്ഷണമാണെന്നാണ് കരുതിയത്. അതല്ല, അവിടെ വിൽപ്പനയ്ക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ബേക്കറിയിൽ ഉണ്ടാക്കുന്നത് അല്ലേ? അല്ല, ഇവിടെ ഏതാണ്ട് 5000-ലധികം വരുന്ന ജീവനക്കാരുണ്ട് എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അവർക്കുള്ള ഫുഡാണ് ഇവിടെ നിന്ന് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവരുടെ ചില സ്ഥാപനങ്ങളിൽ, അതായത് അട്ടക്കുളങ്ങരയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഫുഡ് കോർണറുണ്ട്, അവിടേക്കുള്ള ഭക്ഷണം, അതുപോലെ ബേക്കറി ഐറ്റം, അങ്ങനെ ഒരുപാട് പേർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലത്ത് അതിന് വേണ്ട ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്മൃതി. ഒരുപക്ഷെ ഒരു 2-3 ലക്ഷം രൂപ മാത്രം ചെലവഴിച്ചാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാലിന്യ സംസ്കരണ സംവിധാനം പോലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരമൊരു പരിശോധന പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം കിടക്കുന്നു, ഇത്ര വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ചുമട്ടുകാരായ യൂണിയൻ തൊഴിലാളികൾ വന്നതും ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം ഗോഡൗൺ അടച്ചുപൂട്ടുന്നതിനെതിരെയാണ്. പക്ഷേ ഈ വാർത്ത എന്ന് പറയുന്നത് ഇവിടുത്തെ മാലിന്യ പ്രശ്നം ആണ് എന്നുള്ളതാണ്. ആ വിഷയത്തിന് പിന്നാലെ ഇപ്പോൾ ഇവിടെ കൗൺസിലർ എത്തി, അതിന് പിന്നാലെ JHI എത്തി. പക്ഷേ എന്നിട്ടും നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ രാമചന്ദ്രൻ്റെ അധികൃതർ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ആകെ സംഘടിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഇത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നവരിലേറെയും. അതോടൊപ്പം തന്നെ നേരത്തെ ആര്യ രാജേന്ദ്രൻ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇവർ കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്ന ഒരു ദൃശ്യങ്ങൾ സഹിതമാണ് ആ പോസ്റ്റ് ചെയ്തത്. അതായത് മാലിന്യ സംസ്കരണത്തിൽ നേരത്തെ തന്നെ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ 3 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇത്ര വലിയ സംഘർഷത്തിലേക്ക് ഇത്ര ആളുകൾ കൂടുന്ന നിലയിലേക്കൊക്കെ ഈ വിഷയം മാറിയതും തീർച്ചയായും അത് കോർപ്പറേഷൻ്റെ ഇടപെടൽ ഒന്ന് കുറവ് കൊണ്ടുതന്നെയാണ്. ഇപ്പോൾ ഇവിടെ വാർത്തയ്ക്ക് ശേഷം വന്ന കൗൺസിലർ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത്. മിനിഞ്ഞാന്ന് ഇതിനകത്തേക്ക് കയറി വരുന്ന സ്ഥിതി ഉണ്ടായി. നമ്മളിപ്പോൾ നടന്ന് റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് മൂടിയതും നമ്മളതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന തോട് പോലെയുള്ള മാലിന്യമായിരുന്നു. ആ ഭാഗത്തേക്ക് കൂടി മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് മണ്ണിട്ട് മൂടാം എന്നൊരു രീതിയിലേക്ക് കൗൺസിലർ കൂടി വരുന്നുണ്ട്. പക്ഷേ മണ്ണിട്ട് മൂടിയാലും ആ ഒരു മാലിന്യം അത് മണ്ണിലേക്ക് ഇറങ്ങും എന്ന കാര്യം ഒരു വസ്തുതയാണ്. അപ്പോഴാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് അത് സക്ക് ചെയ്ത് ടാങ്കർ ലോറികളിൽ കൊണ്ടുപോകാം എന്ന നിലപാട് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടേക്ക് വരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നിവർ ആവശ്യപ്പെടുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാതായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തിയതെന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ഇഷ്യൂ അത്രയും ജെന്യൂനാണ്. നമ്മൾ ഈ വീടുകളിലൊക്കെ കണ്ടു, ആളുകളോടൊക്കെ സംസാരിച്ചു. തൊട്ടടുത്ത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്ക് പത്താതെ അതിൻ്റെ അടുത്ത് പോകാൻ കഴിയില്ല. അത്രയും വലിയ ഒരു ദുർഗന്ധമാണ് ആ ഭാഗത്തു നിന്നെല്ലാം വരുന്നത്. പക്ഷേ എന്നിട്ടും യഥേഷ്ടം ഇങ്ങനെയൊരു സ്ഥാപനം മാലിന്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നഗരമധ്യത്തിൽ ഇത്രയേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഈ രീതിയിൽ മലിനീകരണ സംവിധാനം ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എന്തായി മാഡം തീരുമാനം? ഞാൻ ഇപ്പോൾ വരും, 5 മിനിറ്റ് ഇപ്പോൾ വരും.
ഹെൽത്ത് ഇൻസ്പെക്ടർ എന്താ പറഞ്ഞത്? എല്ലാവരും ഇപ്പൊ തീരുമാനം നിങ്ങൾ അറിയിക്കുക. ഒരു 5 മിനിറ്റ്. മേയർ വരുന്നുണ്ടോ? മേയർ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തല്ലോ. ഇവിടെ പരിഹരിക്കും അല്ലേ? പരിഹരിക്കും, തീർച്ചയായിട്ടും പരിഹരിക്കും. നല്ല കോൺഫിഡൻസിലാണ് കൗൺസിലർ ഉള്ളത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞത് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും പാചകം ചെയ്യുന്നില്ല, അത് ഗോഡൗൺ ആണെന്ന്. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഉള്ളി അരിയുന്നതും മാവ് കുഴയ്ക്കുന്നതുമായ വിഷ്വൽ നമ്മൾ ഇവിടുന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് പിന്നീട് രണ്ടാമത് അവർ പറഞ്ഞത് അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞ് നിലപാട് മാറ്റുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയും ചെയ്തത്. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി മുന്നോട്ടുള്ളൂ എന്നൊരു നിലപാടാണ് കൗൺസിലർ സ്വീകരിക്കുന്നത്. ഇവിടെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും നാട്ടുകാരുടെ ആവശ്യം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ്. നിങ്ങളുടെ ആവശ്യം ഇത് പൂർണ്ണമായി പരിഹരിക്കണമെന്നല്ലേ? അതെ. കുറേ നാളായിട്ടുണ്ടോ ഈ ബുദ്ധിമുട്ട്? കുറേ നാളായിട്ടുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വരികയും ചെയ്തു, ഒരുപാട് തവണ പറഞ്ഞു ഇതൊക്കെ ഒന്ന് അവർ പരിഹരിക്കാനാണ്. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റത്തില്ല, കിച്ചണിലോട്ട് കയറാൻ പറ്റത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. അതുപോലെ ഇത്രയും ഹൈജീൻ അല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞു മക്കളുള്ളതാണ്. ഇതിനുശേഷം ഭയങ്കര അസുഖങ്ങളാണ് അവർക്ക് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഈച്ചയും കൊതുകും ഒക്കെ അല്ല ഞങ്ങളുടെ വീട്ടിനകത്തും വരുന്നത്. അപ്പം ഇതിനെപ്പറ്റിയൊന്നും ഈ യൂണിയൻകാരും ആലോചിക്കുന്നില്ല എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അവരിതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ മാത്രമാണ് അവരും ചിന്തിക്കുന്നത്. പക്ഷേ ഹൈജീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഒരുപാടായിട്ട് പറയുന്നുണ്ട് അല്ലേ ഇത്? അതെ, ഒരുപാടായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അടുത്ത് വന്ന് വാപ്പയും ഹസ്ബൻഡും ഒക്കെ വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു തീരുമാനം പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അശ്വതി, മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരോട് ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ഇതിൻ്റെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കോർപ്പറേഷൻ അധികാരികളും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ അധികാരികളും ഒരുപോലെ കുറ്റക്കാരാണ് ഈ വിഷയത്തിൽ. കാരണം ഇത്ര വലിയ ഒരു ഗൗരവമായ ഒരു വിഷയം അവർക്ക് വളരെ തുച്ഛമായ പൈസക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മലിനീകരണ സംവിധാനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അധികൃതരോട് സംസാരിച്ച് അവരെ നിർത്താൻ കഴിയുള്ള ശേഷി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അവരുടെ വിഷയങ്ങളിൽ ആരും ഇടപെടുന്നില്ല, ഒരു വാർത്ത പോലും വരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിലെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇതും മൂടിപ്പോയനി എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും പ്രദേശവാസികൾ പറയുന്നത് ഇതിനിപ്പോൾ ഒരു ശാശ്വത പരിഹാരം വേണം. മസ്റ്റായിട്ട് ശാശ്വത പരിഹാരം നമുക്ക് വേണം. ഇതിനകത്ത് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു സ്മൃതി, അതായത് ഇത്തരമൊരു സ്ഥാപനം അടച്ചുപൂട്ടണം എന്നൊരു നിലപാടൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടത്തണം. കാരണം അടുത്തുള്ളവർ താമസിക്കുന്നവരാണ്. അത് തന്നെയല്ലേ അല്ലേ നമ്മുടെ ഉദ്ദേശം? ഈ സ്ഥാപനം നടന്നുകൊണ്ട് പോട്ടെ, ഇവിടെ മാലിന്യം വരാൻ പാടില്ല, ഈ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ വെള്ളം കെട്ടി നിന്ന് നാറ്റം ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പുറത്തും ഇപ്പുറത്തും കൊച്ചു കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, കൊക്കു രോഗം പോലത്തെയും അല്ലാതെ ശരീരത്തിൽ സ്കിന്നിലും മറ്റുള്ള ചൊറിച്ചിലും കൊതു കയറി വന്ന് കടിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ഞങ്ങൾ ഒരു 11 മാസത്തിന് മുമ്പ് ഒരു കഴിഞ്ഞ നോമ്പ് തുടക്കത്തിൽ വന്ന ആദ്യം ഇതിനേക്കാൾ സൂചന അവസ്ഥയായിരുന്നു. അന്ന് ഇതേപോലെ പറഞ്ഞപ്പോൾ ഇവർ ഉടനെ തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഡ്രെയിനേജ് മറ്റേ വണ്ടിയെ കൊണ്ടുവന്ന് വെള്ളം എടുത്ത് മാറ്റാം, വേറെ ടാങ്ക് ഉണ്ടാക്കാം, അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ഒരു 4 ദിവസത്തിന് അപ്പോൾ ഇതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ നേരത്തെ ലൈവായിട്ട് എടുത്ത് കാണിച്ചല്ലോ, മണ്ണിട്ടേക്കണം. ആ മണ്ണിട്ട ഭാഗത്ത് മണ്ണിട്ട ഭാഗം എന്ന് വെച്ചാൽ ആ ഭാഗം അത്രയും വേസ്റ്റായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു പുഴ പോലെ കിടപ്പുണ്ട് അങ്ങ് അറ്റത്ത് വേസ്റ്റ്. ആ വേസ്റ്റ് അവിടെ കെട്ടി നിന്നാണ് നാട്ടിൽ. ഇത് പ്രത്യേകിച്ച് ഈ ഡ്രെയിനേജ് വെള്ളമല്ല. ഈ സമയം ഇവിടെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണം, അത് ഭയങ്കര സ്മെല്ലുമാണ്. ഈ വെള്ളം പെട്ടെന്ന് നശിച്ച് പോവേയില്ല. അതിന് തൊട്ടടുത്ത് മതൻ്റെ അവിടെ, ആ മതൻ്റെ അവിടെ ഞാൻ താമസിക്കുന്നത്. നമ്മൾ 4 മാസം മുമ്പ് പറഞ്ഞ് നമ്മൾ 2-3 പറയുമ്പോൾ അവർ നമ്മളെ അവർ ചെവിക്കൊള്ളു. അവർ ആറ്റ പറയാൻ അങ്ങനെയാണ് ഈ ജന സംസാരിച്ചത്. ഈ തൊട്ടടുത്ത വീടിൻ്റെ ആളാണ് സാറേ. ഇതിന് മുമ്പ് ഒരു 4 വർഷത്തിന് മുമ്പ് ഇവിടെ ഫുഡിൻ്റെ പ്രോഗ്രാം ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നതാണ്. കാരണം അൽസാജ് എന്ന് പറഞ്ഞ് അവിടെ ഫ്ലൈറ്റ് കിച്ചൺ, സാജൻ വർഗീസിൻ്റെത് അൽസാജ് ഫ്ലൈറ്റ് കിച്ചൺ, അവിടത്തേക്ക് ഈ ഫുഡെല്ലാം ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോയതെല്ലാം ഇവിടെയാണ്. ഇത്ര 100, 200, 500 പേർക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ആർക്കും ഇവിടെ പരിസരവാസികൾക്കൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഞങ്ങൾ ഈ പരിസരവാസികളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഒരു ഈച്ച പോലും കടക്കാനില്ല. ഞങ്ങൾ ഇതിനകത്ത് ഉള്ളിൽ കയറിയിട്ടുമില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടുമില്ല, ഒരു പ്രശ്നമില്ലാതെ പോയാണ്. ഇപ്പം ഈ ഇവർ വന്ന് ഈ അടുത്തതിന് ശേഷമാണ് ഈ 1 വർഷം കൊണ്ടുള്ള പ്രശ്നം. ഇതിലെല്ലാം ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചേട്ടൻ്റെ കുട്ടി ഇന്നലെ രാത്രി 2 മണിയായപ്പോഴത്തേക്ക് ശ്വാസം മുട്ട കൂടി പരുത്തിക്കുഴി കൊണ്ടുപോയിട്ട് അവിടെ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റാണ്. സ്മെല്ല് മാത്രമല്ല സാറേ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് ഈ സ്മെല്ല് വരുന്നതാണ്. സാർ കണ്ടല്ലോ ഇവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള ഈ കാര്യങ്ങൾ. ഈ ഫുഡ് സേഫ്റ്റി അതിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്താണെന്ന് നമ്മളങ്ങോട്ട് കടന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മൾ പരിസരവാസി ഞങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഗോഡൗൺ പ്രവർത്തിച്ചോട്ട്
ഗോഡൗൺ പ്രവർത്തിക്കുക ചെയ്യണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ രാമേന്ദ്രൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസം. ഞങ്ങൾക്കൊരു ലാൻഡ് മാർക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം വന്നാൽ ഞങ്ങൾക്ക് സന്തോഷത്തിലാണ്. ഞങ്ങളെല്ലാം സന്തോഷം. എന്താ നേരത്തെ നമ്മൾ സംസാരിച്ചാണല്ലോ. അതായത് എൻ്റെ അനിയനും ഇന്ന് രാവിലെ എൻ്റെ അനിയനും പനിയൊക്കെ ആയിട്ട് എൻ്റെ അനിയനും ശ്വാസം മുട്ടലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സ്മെല്ലില്ലാണ്ടാവണം അല്ലേ? ഓ ഈ സ്മെല്ലില്ലാതാവണം. ഇപ്പോൾ ഈ പുഴ പോലെ ഇരിക്കുകയാണ് ഇവിടെ. ഫുള്ളും പുഴയായിട്ട് നാറ്റം കാരണം സഹിക്കാൻ വയ്യ. പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ? ഓ പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഗോഡൗണായിട്ട് ഗോഡൗൺ പ്രവർത്തിച്ചോട്ടെ. അവർ എന്തുവാണെങ്കിൽ ഇതിന് മുമ്പേ ഇവർ പോയതിനാൽ അടുത്ത ഗോഡൗണായിട്ടാണ്. അല്ല ഈ സ്ഥാപനം ഇവിടെ നിന്ന് പൊളിച്ചോണ്ടെന്ന് പോകും. ഞാനിവിടെ ഉള്ളതല്ല. ഞാൻ കുടുംബശ്രീ മകൻ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ശംഖുമുഖത്താണ് താമസിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴിവിടെ വന്നിടത്തോളം ഞാൻ കണ്ട സ്ഥിതിക്ക് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതാ. ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം വള്ളക്കടവിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പാചകശാലകളുള്ള ദുരിതമാണ് ജനം അനുഭവിക്കുന്നത്. പ്രദേശത്തെ 20ഓളം വീടുകൾക്ക് മുന്നിലേക്ക് ഇവിടെ നിന്നും മാലിന്യജലം ഒഴുക്കുകയാണ്. കക്കൂസ് മാലിന്യവും ഇവിടെ നിന്ന് എത്തുന്നുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇവിടുത്തെ പാചകശാല പൂട്ടണമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗം 6 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ടും അത് ടെക്സ്റ്റൈൽസ് ഉടമകൾ കേട്ടിരുന്നില്ല. ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. അവിടേക്ക് കൗൺസിലർ എത്തി പാചകശാല പൂട്ടിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അവിടെ CITU തൊഴിലാളികൾ ഗോഡൌൺ പൂട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. 10,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല, ആ പാചകശാല അതിൻ്റെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പുറത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണതാണ് നാട്ടുകാർക്കൊപ്പം നിന്ന് റിപ്പോർട്ടറും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്, നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.